എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഈ ഓവ്യൂളിനകത്ത് കാണുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു MMC മൈക്രോപൈലാർ റീജിയനിലേക്ക് ഒരു സെല്ല് നമ്മൾ MMC അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നു. അതിന്റെ ഡിവിഷന്റെ ഫലമായിട്ടാണ് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഇനി ഈ ഒരു പാർട്ട് മാത്രം എങ്ങനെയാണ് അവിടെ ന്യൂക്ലിയർ അറേഞ്ച്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ പേരുകൾ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ഇതിന് പറയുന്ന പേരെന്താണ്? എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ഈ ഒരു എംബ്രിയോ സാക്ക് മാത്രം ഞാൻ ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യാണ്. എംബ്രിയോ സാക്കിനകത്ത് നമ്മൾ ഓൾറെഡി കണ്ടു, ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ 2 ന്യൂക്ലിയസ് അവിടെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഫങ്ഷണൽ മെഗാസ്പോറിന് ഡിവിഷൻ സംഭവിച്ച് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും, 2 എണ്ണമായി മാറി. ഇനി അതിന് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നതിന്റെ ഫലമായിട്ട് 8 സെല്ലുകൾ അവിടെ ഫോം ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ 8 സെല്ലുകൾ ഫോം ചെയ്യുന്നതിൽ ഇങ്ങനെ 8 എണ്ണം ഫോം ചെയ്യും, അല്ലെങ്കിൽ 8 ന്യൂക്ലിയ അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഒരു എംബ്രിയോ സാക്കിനകത്തുള്ള ന്യൂക്ലിയർ അറേഞ്ച്മെന്റ് ആണ് പറയുന്നത്. ആദ്യം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് 2 ന്യൂക്ലിയ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അതിന് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് 8 ന്യൂക്ലിയ ഫോം ചെയ്യുന്നത്. അങ്ങനെ എംബ്രിയോ സാക്കിനകത്ത് ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് നടക്കുക? ഫസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 4 എണ്ണം ഒരു എൻഡിലും 4 എണ്ണം മറ്റേ എൻഡിലും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 4 എണ്ണം മൈക്രോപൈലാർ എൻഡിലേക്കും 4 എണ്ണം ചലാസൽ എൻഡിലേക്കും എന്ന് പറയാം അല്ലെ. ഓവ്യൂളിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് മൈക്രോപൈൽ എന്ന് പറയും, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് എൻഡിന് ചലാസ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എംബ്രിയോ സാക്കിനകത്ത് 4 എണ്ണം മൈക്രോപൈലിനകത്തേക്കും മൈക്രോപൈൽ റീജിയനെ ഫേസ് ചെയ്യുന്ന രീതിയിലും 4 എണ്ണം ടുവേർഡ്സ് ദി ചലാസൽ റീജിയൻ ആയിട്ടുമായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് ഇതിന് ചെറിയ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു എംബ്രിയോ സാക്കിലുള്ള 4 8 ന്യൂക്ലിയ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടുന്ന് മെല്ലെ ഓരോ ന്യൂക്ലിയസ് വീതം സെന്ററിലേക്ക് നീങ്ങി വരാൻ തുടങ്ങും. അപ്പൊ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെയും 4 എണ്ണം. ഒരെണ്ണം സെന്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ? ഈ രീതി. ഈ ഒരു എൻഡിൽ നിന്ന് ഒരെണ്ണം വരും, ഈ എൻഡിൽ നിന്നും ഒരെണ്ണം വരും. അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ചലാസൽ എൻഡിൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാവും? ഇവിടെ 3 ന്യൂക്ലിയ, അതേപോലെ ചലാസൽ എൻഡിലും 3 ന്യൂക്ലിയ. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് 3+2+3. അപ്പോഴും 8 എണ്ണം തന്നെയാണ്. പക്ഷെ ആദ്യം 4 എണ്ണം മൈക്രോപൈലാർ റീജിയനിലേക്കും 4 എണ്ണം ചലാസൽ എൻഡിലേക്കുമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അവിടെ നിന്ന് ഓരോ ന്യൂക്ലിയസ് സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ചലാസൽ എൻഡിലും മൈക്രോപൈലാർ എൻഡിലും നമുക്ക് 3 എണ്ണം വീതം കാണാം. അതോടൊപ്പം ഓരോന്ന് മൂവ് ചെയ്തത് കൊണ്ട് സെന്റർ പോർഷനിൽ 2 ന്യൂക്ലിയ കാണാൻ പറ്റും. ഇനി ഇതിന്റെ പേരുകളാണ് പഠിക്കാനുള്ളത്. ഇവിടെ മൈക്രോപൈലാർ റീജിയനിലേക്ക് കാണുന്ന 3 ന്യൂക്ലിയ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ 3 എണ്ണത്തില് സെന്ററിൽ കാണുന്ന ന്യൂക്ലിയസ് കുറച്ചും കൂടെ വലുതായിരിക്കും. അത് മറ്റേ 2 ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ സൈസ് കുറച്ച് വലുതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. കുറച്ച് ലാർജ് സൈസ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും മൈക്രോപൈലാർ റീജിയനിലേക്ക് കാണുന്ന ആ ഒരു സെറ്റ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതിന്റെ മിഡിലിൽ കാണുന്ന ന്യൂക്ലിയസ് കുറച്ച് ലാർജർ ഇൻ സൈസ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പിന്നീട് ഇവിടെ കാണുന്ന 2 എണ്ണം നമ്മുടെ ചലാസൽ എൻഡിലേക്ക് കാണുന്ന ഈ ഒരു സെറ്റ്, ഇതിന് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ആന്റിപോഡൽസ്. ആന്റിപോഡൽസ്. ഓക്കെ, അപ്പൊ 8 ന്യൂക്ലിയ ഫോം ചെയ്തു, അത് അറേഞ്ച് ചെയ്തു. ആദ്യം 4 എണ്ണം ഇതായിരുന്നു. ഫസ്റ്റ് ഡിവിഷൻ നടക്കുമ്പോൾ ഓരോന്ന് വീതമായിരുന്നു, 2 സൈഡിലേക്കും ഓരോ ന്യൂക്ലിയസ് വീതമായിരുന്നു. പിന്നീട് അത് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട്
4 ചലാസൽ എൻഡിലും 4 മൈക്രോപൈലാർ എൻഡിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് 2 എൻഡിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് വീതം മെല്ലെ ഇങ്ങനെ സെന്ററിലേക്ക് നീങ്ങി വരാൻ തുടങ്ങുന്നു. അത് സെന്റർ പോർഷനിലായിട്ട് ഇങ്ങനെ കാണും. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയർ അറേഞ്ച്മെന്റിന് ശേഷം ന്യൂക്ലിയസിന് ചുറ്റിലുമായിട്ട് സെൽ വാളുകൾ ഫോം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നു. അതിനുശേഷം ന്യൂക്ലിയസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷമാണ് സെല്ലുലാർ ഫോർമേഷൻ അല്ലെങ്കിൽ സെൽ വാളിന്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ സെൽ വാൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ന്യൂക്ലിയസിന് ചുറ്റിലുമായി ഒരു സെൽ വാൾ, ഇവിടെ ഒരു സെൽ വാൾ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ എന്താണ് അതിന്റെ ഫലമായിട്ട് നമുക്ക് 3 സെല്ലുകളായിട്ട് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ 3 ന്യൂക്ലിയസ് അവിടെ ഉണ്ട്, ഓൾറെഡി അത് ഫോം ചെയ്തു, അത് അറേഞ്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ചുറ്റിലും സെൽ വാളിൻ്റെ ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ഓരോ ന്യൂക്ലിയസിനും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ചുറ്റിലും സെൽ വാള് ഫോം ചെയ്യുന്നു. പക്ഷേ ഈ മിഡിലിൽ കാണുന്ന ഈ ഒരു പോർഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് സെൽ വാൾ ഫോം ചെയ്യുന്നില്ല, പകരം 2 ന്യൂക്ലിയസിനും ഒന്നിച്ച് ചേർന്നിട്ടാണ് അവിടെ സെൽ വാൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ എത്ര സെൽ? ഒരൊറ്റ സെൽ. ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയ ആയിട്ടായിരിക്കും എംബ്രിയോസാക്കിന്റെ മിഡിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2 അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മൈക്രോപൈലാർ എൻഡിലേക്കും ചലാസൽ എൻഡിലേക്കും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ന്യൂക്ലിയസിന്റെ ചുറ്റിലും സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ 3 ന്യൂക്ലിയ വീതം ഉള്ളത് കൊണ്ട് ആ 3 ന്യൂക്ലിയയ്ക്ക് ചുറ്റിലും സെൽ വാൾ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സെന്റർ പോർഷനിൽ കാണുന്ന 2 ന്യൂക്ലിയ അത് കോമൺ ആയിട്ട് ഒരു സെൽ വാൾ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പേരുകൾ, ഇതിന് പേരുകളുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഈ ഒരു പോർഷൻ, ഈ ഒരു സെറ്റ് ടുവേർഡ്സ് ദി ചലാസൽ എൻഡ്, ചലാസൽ എൻഡിലേക്ക് കാണുന്ന ആ ഒരു സെറ്റ് ഓഫ് ന്യൂക്ലിയയ്ക്ക് പറയുന്ന പേരാണ് ആന്റിപോഡൽസ്, അല്ലെങ്കിൽ ആ സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ആന്റിപോഡൽസ്, ആന്റിപോഡൽ സെല്ലുകൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ഫോർമേഷൻ, സെൽ വാൾ ഫോർമേഷൻ, ന്യൂക്ലിയർ അറേഞ്ച്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ഒരു മെച്വർ എംബ്രിയോ സാക്ക്, ആൻജിയോസ്പേമിനകത്തുള്ള മെച്വർ എംബ്രിയോ സാക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. ഈ ഒരു സെറ്റിന് നമ്മൾ ആന്റിപോഡൽസ് എന്ന് പറയുന്നു. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, മൈക്രോപൈലാർ റീജിയനിലേക്ക് കാണുന്നതാണ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ് എന്നവിടെ പേര് കൊടുത്തിട്ടുള്ളത്, അവിടെയും ഒരു ചെറിയ പ്രത്യേകത പറയാനുണ്ട്. 3 സെല്ലുകൾ അവിടെ ഉള്ളതിൽ അതിൻ്റെ മിഡിലിൽ കാണുന്ന സെല്ലിനാണ് നമ്മൾ എഗ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ എഗ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഈ 2 സെല്ലുകളെക്കാളും കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും എഗ് സെൽ. അപ്പോൾ ആ സെന്ററിൽ കാണുന്നതാണ് എഗ് സെൽ. 2 സെല്ലുകൾ, അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കാണുന്ന 2 സെല്ലുകൾക്ക് സൈനർജിഡ്സ് എന്നാണ് പറയുന്നത്. ഇത് 2ഉം കൂടെ ചേർന്നതാണ് എഗ് അപ്പാരറ്റസ്. എഗ് സെല്ലും സൈനർജിഡ്സും കൂടി ചേർന്നതാണ് എഗ് അപ്പാരറ്റസ്. അതേപോലെ സെന്ററിൽ നമ്മൾ കാണുന്നത് സെൻട്രൽ സെൽ, സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലിനകത്ത് കാണുന്ന 2 ന്യൂക്ലിയ, അതിന് നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയും. രണ്ട് പോൾസ് ഒന്നും മൂവ് ചെയ്ത് സെന്ററിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയ ആണ്. അത് കാണുന്നത് സെൻട്രൽ സെല്ലിലാണ്. ഒറ്റൊരു സെല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സെന്ററിൽ കാണുന്നത് ഒരൊറ്റ സെല്ലായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ സെൻട്രൽ സെൽ എന്ന് പറയും. അതിനകത്ത് 2 പോളാർ ന്യൂക്ലിയ. ഇതാണ് ഒരു മെച്വർ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ. അത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതിനകത്ത് നമുക്ക് മെച്വർ എംബ്രിയോ സാക്ക് എങ്ങനെയാണെന്ന് പറയാം. 7-celled 8-nucleated condition. മെച്വർ എംബ്രിയോ സാക്കിന് ഈ ഒരു കണ്ടീഷനാണ് 7-celled and
8 ന്യൂക്ലിയേറ്റഡ് കൺഡിഷൻ. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ അവിടെ കംപ്ലീറ്റ് ആണ്. 8 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സെല്ല് ഒരെണ്ണം കുറഞ്ഞു പോയി. അതെങ്ങനെയാണ് കുറഞ്ഞു പോയത്? ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ സെൽ എന്ന് പറയുന്നതിൽ 2 ന്യൂക്ലിയസും കൂടെ ഒറ്റ ഒരു കോമൺ ആയിട്ടുള്ള സെൽ വാൾ ഫോർമേഷൻ ആണ്. അപ്പോൾ നമുക്ക് 8 ന്യൂക്ലിയസിൽ 8 സെൽ എന്ന് പറയാൻ പറ്റില്ല. 8 ന്യൂക്ലിയ ഉണ്ട്, അതേസമയം 7 സെല്ലുകളെ ഉള്ളൂ. ഇതാണ് മെച്യൂർ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിൽ ഞാൻ പറഞ്ഞു എഗ് സെൽ ഉണ്ട്, അതേപോലെ സൈനർജിഡ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫിലിഫോം അപ്പൻഡേജസ്. ഫിലിഫോം അപ്പൻഡേജസ്. അപ്പോൾ ഇവിടെ മൈക്രോപൈലാർ എൻഡിലേക്ക് ആയിട്ട് നമ്മളുടെ ഫിലിഫോം അപ്പൻഡേജസ് അവിടെ ഇങ്ങനെ കാണാം. ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ് ഇത്. എപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻ പോളൻ ട്യൂബിലൂടെ മൈക്രോപൈലിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു എൻട്രി കുറച്ചും കൂടെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിലിഫോം അപ്പൻഡേജസ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിനെ ആ ഒരു പോളൻ ട്യൂബിലൂടെ അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് എൻട്രി കുറച്ചും കൂടെ ഫാസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിഫോം അപ്പൻഡേജസ്, അല്ലെങ്കിൽ ഫിലിഫോം അപ്പൻഡേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ഫോംഡ് ടുവേർഡ്സ് ദി മൈക്രോപൈലാർ റീജിയൻ. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ ഒരു എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചറും അതിലുള്ള ന്യൂക്ലിയർ അറേഞ്ച്മെന്റും. Next we can see what happens in the embryo sac during fertilization. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് എംബ്രിയോ സാക്കിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? എന്താണ് ഫെർട്ടിലൈസേഷൻ? മെയിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മെയിൽ ഗ്യാമീറ്റ് ഫ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പോളൻ ഗ്രെയിൻസ് ഓവ്യൂളുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ കണ്ടു, ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ കണ്ടു, ഓവ്യൂളിനകത്തുള്ള എംബ്രിയോ സാക്കിൽ ന്യൂക്ലിയർ അറേഞ്ച്മെന്റ് കണ്ടു. ഇനി ഈ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്? അപ്പോൾ ഇവിടെ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പോളൻ ഗ്രെയിനിന് 2 വോൾ ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, എക്സൈനും ഇൻഡൈനും. ഇവിടെയാണ് ഇൻഡൈനിന് ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് അല്ലെ, ജേം പോർ എന്ന് പറയുന്ന ഓപ്പണിംഗ് കാണാം. ഈ ജേം പോറിൽ കൂടെ ഇൻഡൈൻ പ്രൊട്രൂഡ് ചെയ്യാൻ തുടങ്ങും. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്യാൻ തുടങ്ങും. അതെന്തായിട്ട് മാറും? പിന്നീട് നമ്മൾ അതിന് പറയുന്ന പേരാണ് പോളൻ ട്യൂബ്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു മീനിങ്. ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യുന്നു. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 2 ന്യൂക്ലിയ ആർ സീൻ ഇൻസൈഡ് ദ പോളൻ ഗ്രെയിൻ, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും. ഈ 2 ന്യൂക്ലിയസിനെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇൻഡൈൻ ഇങ്ങനെ നീളത്തിൽ ഒരു ട്യൂബ് പോലെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ന്യൂക്ലിയസിനെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ പോയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു പോളൻ ഗ്രെയിനിന്റെ 2 ന്യൂക്ലിയസും ഓവ്യൂൾ അല്ലെ, ഓവ്യൂളിന്റെ എംബ്രിയോ സാക്കുമായിട്ട് ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ എംബ്രിയോ സാക്കിനകത്തേക്ക് പോളൻ ട്യൂബ് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പോളൻ ട്യൂബില് 2 ന്യൂക്ലിയസ് ഉണ്ട്. ആ 2 ന്യൂക്ലിയസിനെ വഹിച്ചുകൊണ്ട് പോളൻ ട്യൂബ് ഇവിടെ ഇങ്ങനെ എന്താക്കാണ്, ഫ്യൂസ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഇവിടെയുള്ള ഫിലിഫോം അപ്പൻഡേജസ് അല്ലെങ്കിൽ ഫിലിഫോം അപ്പാരറ്റസ് എന്നൊക്കെ പറയുന്ന സ്ട്രക്ചർ അതിന്റെ ആ ഒരു എൻട്രി കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലുള്ള 2 ന്യൂക്ലിയസിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എഗ് ന്യൂക്ലിയസ് ആയിട്ട് ഫ്യൂസ് ചെയ്യണം. ദിസ് ഫ്യൂസസ് വിത്ത് എഗ് ന്യൂക്ലിയസ്. ഇപ്പൊ എഗ് സെല്ലും ഒരു മെയിൽ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സിൻഗാമി. സിൻഗാമി എന്ന് പറയും. അപ്പൊ ഈ സിൻഗാമിയുടെ ഫലമായിട്ട് ഫോം ചെയ്യുന്നതാണ് സൈഗോട്ട്. അപ്പൊ ഒരു ഫ്യൂഷൻ ഇവിടെ കണ്ടു, ഒരു മെയിൽ ന്യൂക്ലിയസ് ഈ പറഞ്ഞിട്ടുള്ള മൈക്രോപൈലാർ റീജിയനിലേക്ക് കാണുന്ന എഗ് അപ്പാരറ്റസിലുള്ള എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സൈഗോട്ട് ഫോർമേഷൻ നടക്കും. ആ ഒരു പ്രോസസ്സിന് മാത്രം പറയുന്ന പേരാണ് സിൻഗാമി. ഇനി രണ്ടാമത്തെ ന്യൂക്ലിയസ് എന്താണ് ചെയ്യുന്നത്?
രണ്ടാമത്തെ ന്യൂക്ലിയസ് സെൻട്രൽ സെല്ലിനകത്തുള്ള പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യും. പോളാർ ന്യൂക്ലിയ പ്ലസ് അല്ലെങ്കിൽ സെൻട്രൽ സെൽ ഫ്യൂസസ് വിത്ത് മെയിൻ ന്യൂക്ലിയസ്. ആ മെയിൻ ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ, സെൻട്രൽ സെല്ലുമായിട്ടുള്ള ഫ്യൂഷന് ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയാം. ട്രിപ്പിൾ ഫ്യൂഷൻ. ഇപ്പൊ രണ്ട് ഫ്യൂഷൻ നമ്മളിവിടെ കണ്ടു, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂക്ലിയസ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, ആ പ്രോസസ്സിന് എന്താ പറയാ? സിംഗമി. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് സൈഗോട്ടാണ്. ആ സൈഗോട്ട് ഫോർമേഷന് മാത്രം പറയുന്ന പേരാണ് സിംഗമി. സിംഗമി എന്ന് പറഞ്ഞാൽ one of the male nuclei fuses with egg cell. As a result of that fusion we get zygote. രണ്ടാമത്തെ മെയിൽ ന്യൂക്ലിയസ് അതെന്താണ് ചെയ്യുന്നത്? സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. അവിടെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഒരു മെയിൽ ന്യൂക്ലിയസ് പ്ലസ് രണ്ട് ന്യൂക്ലിയസ് ഓൾറെഡി ഇവിടെ ഇല്ലേ, 1 + 2 3, ട്രിപ്പിൾ 3 എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പം 3 സെല്ലുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഫ്യൂഷൻ, അല്ലെങ്കിൽ 3 ന്യൂക്ലിയസ് ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഫ്യൂഷൻ ആയതുകൊണ്ടാണ് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രിപ്പിൾ ഫ്യൂഷന്റെ ഫലമായിട്ട് അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? PEN, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഈ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ അത് ഡിവൈഡ് ചെയ്തിട്ടാണ് അവിടെ ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എൻഡോസ്പെർം എന്ന് പറയുന്നത്. അപ്പൊ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടുകളിൽ ചെറുപയർ, കടല അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അല്ലേ. തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് രീതിയിലുള്ള കുക്കിങ്ങിനാണോ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീഡിൽ നിന്ന് ചെറിയ ഒരു വൈറ്റ് കളർ സ്ട്രക്ചർ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റില്ലേ? അതിനാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയാം. എംബ്രിയോ. ആ എംബ്രിയോ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? സൈഗോട്ട്. ഈ സൈഗോട്ട് നമ്മളുടെ സിംഗമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മെയിൽ ന്യൂക്ലിയസും എഗ് ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആയിട്ടുള്ള സിംഗമിക്ക് ശേഷം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എംബ്രിയോ. എംബ്രിയോയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്, റാഡിക്കിൾ എന്നും പ്ലിമ്യൂൾ എന്നും പറയും. പ്ലിമ്യൂൾ ആണ് പിന്നീട് വളർന്നിട്ട് ഷൂട്ട് സിസ്റ്റം ആകുന്നത്. നമ്മളിപ്പോൾ ഒരു ചെടി, ഒരു സീഡ് മണ്ണിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തിന് ശേഷം എന്ത് ചെയ്യും? മുളച്ച് വരും അല്ലേ. ആ മുളച്ച് വരുന്ന സമയത്ത് ഒരു ഭാഗം മുകളിലേക്കും ബാക്കി ഭാഗം താഴേക്കും. താഴേക്ക് പോകുന്നത് റൂട്ട് സിസ്റ്റം എന്ന് പറയും, മുകളിലേക്ക് പോകുന്നത് ഇലകളും ബ്രാഞ്ചസും ഒക്കെയുള്ള ആ പോർഷൻ നമ്മൾ എന്ത് പറയുന്നു? ഷൂട്ട് സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഈ എംബ്രിയോ ആണ് ആക്ച്വലി അവിടെ വളർന്ന് വലുതായി ഒരു ചെറിയ ഒരു ചെടിയായി അതങ്ങനെ വലിയൊരു രീതിയിൽ വളരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ റൂട്ട് സിസ്റ്റവും ഷൂട്ട് സിസ്റ്റവും ഒക്കെ ഫോം ചെയ്യല്ല ചെയ്യുന്നത്. പകരം എന്താണ്? ഇത് നമ്മൾ സീഡൊക്കെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അല്ലെ, നെക്സ്റ്റ് ഡേ തന്നെ പെട്ടെന്ന് ഇലകളോ റൂട്ടുകളോ ഒന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. ഈ സീഡിനകത്ത് ആരുണ്ട്? എംബ്രിയോ ഉണ്ട്, അല്ലെങ്കിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചർ അവിടെ ഉണ്ട്. ബാക്കി സീഡിന്റെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുപയർ, കടലയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ, നമ്മൾ കഴിക്കുന്ന ഒരു പോർഷൻ ഇല്ലേ, ആ പോർഷനാണ് ശരിക്കും ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്? ആ സീഡിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് നമ്മളുടെ ട്രിപ്പിൾ ഫ്യൂഷൻ വഴിയായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫ്യൂഷൻ നമ്മൾ പറഞ്ഞത് ഒരു പോളൻ ന്യൂക്ലിയസ് സെൻട്രൽ സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് PEN, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഫോം ചെയ്യും. അതിന് വീണ്ടും ഡിവിഷൻ സംഭവിച്ചിട്ട് അവിടെ ന്യൂട്രിറ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ എൻഡോസ്പെർം അവിടെ ഫോം ചെയ്യാണ്. അപ്പൊ സീഡിനകത്ത് കാണുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് എൻഡോസ്പെർം. ആ എൻഡോസ്പെർമിന്റെ അകത്ത് നമുക്ക് എന്താണ് വളരുന്നത്? എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് വളരുന്നത്.
ആ എംബ്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സീഡ് നമ്മൾ മണ്ണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ആ എംബ്രിയോ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പം നമ്മൾ സീഡ്സ് ഒക്കെ സോക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന മുള എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് എംബ്രിയോ. അത് വളരെ സോഫ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ലീഫുകളും ബാക്കി കാര്യങ്ങളൊന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ആ ബിഗിനിങ്ങിൽ കുറച്ച് ദിവസങ്ങളിൽ മണ്ണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വരേക്കും അതിനുള്ള പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് PEN അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ, എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ. അപ്പൊ സീഡിനകത്ത് കാണുന്ന എൻഡോസ്പെർം ഫോം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഫ്യൂഷൻ വഴി നമുക്ക് കിട്ടുന്ന കാര്യം. അപ്പൊ ഇവിടെ രണ്ട് ഫ്യൂഷൻ ഇവിടെ നമ്മൾ കണ്ടു അല്ലെ. ഒരു ന്യൂക്ലിയസ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, അതിന്റെ ഫലമായി സൈഗോട്ട് ഉണ്ടാവുന്നു, ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആവുന്നു. ആ എംബ്രിയോ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഒരു ചെടിയായിട്ട് വളർന്നു വരുന്നത്. ആ എംബ്രിയോയുടെ പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഭാഗം ഷൂട്ട് സിസ്റ്റം ആകുന്നു, റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗം റൂട്ട് സിസ്റ്റം ആയിട്ട് മാറും. അപ്പൊ ഇത് ഈ ഒരു ഷൂട്ട് സിസ്റ്റവും റൂട്ട് സിസ്റ്റവും ഫോം ചെയ്യുന്നത് വരെ ആ എംബ്രിയോയുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്ത് ഷൂട്ട് സിസ്റ്റം റൂട്ട് സിസ്റ്റം ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ബിഗിനിങ്ങിൽ സീഡ് ജെർമിനേഷന്റെ ആ ബിഗിനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ന്യൂട്രിറ്റീവ് ടിഷ്യൂ. അതിൽ നിന്നും പോഷണം വലിച്ചെടുത്തിട്ടാണ് എംബ്രിയോ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അപ്പോൾ വളരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സീഡ് കോട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇത് മണ്ണിന് മുകളിലേക്ക് ഷൂട്ട് സിസ്റ്റമായിട്ടും മണ്ണിന് താഴേക്ക് റൂട്ട് സിസ്റ്റവുമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.